ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, വെൽക്കം ടു ഷംസി ഫോർ ടെക്. ഇന്ന് ഞാൻ വീണ്ടും ടെക് ന്യൂസ് ആയിട്ട് വന്നിക്കണം. അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ പറയാണ്ട്. അതിൻ്റെ മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ എൻ്റെ വീഡിയോസിന് വേണ്ടി നിങ്ങൾ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. അപ്പോൾ വീഡിയോ അധികം ദീർഘിപ്പിക്കുന്നില്ല ഗായ്സ്. അപ്പോൾ എല്ലാവരും വീണ്ടും വെൽക്കം ടു ഷംസി ഫോർ ടെക്. ലെറ്റ്സ് റോൾ. അപ്പോൾ ഗൈസ്, ആദ്യത്തെ ടെക് ന്യൂസിലേക്ക് നമുക്ക് കിടക്കല്ല. ആദ്യത്തെ ടെക് ന്യൂസ് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഷ്യോമിയുടെ സൈഡിൽ നിന്നാണ്. ഷ്യോമി ഒരു പുതിയ ബാറ്ററി MAHന്റെ പിന്നിൽ വർക്ക് ചെയ്യാൻ പോകുകയാണ് ഗൈസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പുതിയൊരു ബാറ്ററി കൂട്ടാൻ വേണ്ടി ഒരുപാട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് അതിൻ്റെ റിയാലിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഷ്യോമി 7500 mAhന്റെ ബാറ്ററി പുതിയ സ്മാർട്ട് ഫോണുകളിൽ അവർ ഇറക്കാൻ പോകുന്നുണ്ട്. അതും 100 വാട്ട്സിൻ്റെ ചാർജറൊക്കെ വെച്ചിട്ടാണ് ഇറക്കുന്നത്. എന്നാൽ രണ്ടാമതും 7000 mAh ബാറ്ററി ഒക്കെ വെച്ചിട്ട് ഷ്യോമി വീണ്ടും ഇറക്കുന്നുണ്ട്. അത് 120 വാട്ട്സിൻ്റെ ചാർജർ വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. ഇത് നേരത്തെ നമ്മുടെ സാംസങ് M സീരീസിൽ ഒരു 6000 mAh ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വിവോ 6000 mAh ഒക്കെ ഇറക്കിയിട്ടുണ്ട്. അതിപ്പോൾ വലിയൊരു പുതുമ ഒന്നല്ല ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. എന്നാൽ ഇപ്പോൾ ഇച്ചിരി മേലാണ് ഇപ്പോൾ ഷ്യോമി ബാറ്ററി ഇറക്കാൻ പോകുന്നത്. 7500 mAh വിത്ത് 100 വാട്ട്സ് ചാർജിങ് സപ്പോർട്ടിലേക്കാണ് ഇപ്പോൾ ഷ്യോമി ഇറക്കാൻ പോകുന്നത്. ഇനി ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ഫോൺസുകളൊക്കെ ഇനി 7000, 8000, 9000, 10000 mAh വരെയൊക്കെ ബാറ്ററി കൂട്ടാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ ഫ്യൂച്ചറായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം തന്നെ ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് തന്നെന്ന് മാത്രം. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. CMFന്റെ സൈഡിൽ നിന്ന് ഒരു ന്യൂസ് അപ്ഡേറ്റ് ഉണ്ട്. CMF എന്ന് പറയുന്നത് നത്തിങ് എന്ന കമ്പനിയുടെ സബ് ബ്രാൻഡാണ്. CMF അവരുടെ പ്രീമിയം ക്വാളിറ്റി ഹെഡ്ഫോൺസ് ഒക്കെ ഞാൻ പേഴ്സണലായിട്ട് യൂസ് ചെയ്തിട്ട് എൻ്റെ നേരത്തെ ഒരു വീഡിയോയിൽ അതിനെക്കുറിച്ചിട്ട് ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ബഡ്സ് 2 Pro യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ പറഞ്ഞപ്പോൾ ഇതിൽ സമയം വേസ്റ്റ് ചെയ്യണില്ല. എന്നാൽ ഇപ്പോഴത്തെ പുതിയൊരു അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ CMFന്റെ വാച്ച് എന്ന് പറയുന്ന രണ്ടാമത്തെ വേർഷനിൽ പുതിയൊരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതായത് ഇനി ഗൂഗിളിൻ്റെ ഹെൽത്ത് നമുക്ക് അതിലേക്ക് സിങ്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ആ ഒരു അപ്ഡേറ്റാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു നല്ലൊരു അപ്ഡേറ്റാണ്. അപ്പോൾ ഗൂഗിളിൻ്റെ ഹെൽത്ത് ആകുമ്പോൾ കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ നമുക്ക് പ്രിസൈസായിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. ഹെൽത്ത് ഇഷ്യൂസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് വളരെ പ്രിസൈസായിട്ട് നമുക്ക് കാര്യങ്ങൾ അറിയാൻ പറ്റും. റിയൽമിയുടെ സൈഡിൽ നിന്നൊരു പുതിയൊരു ന്യൂസ് അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇന്ന് ഓഗസ്റ്റ് 14 റിയൽമി 320 വാട്ട്സിൻ്റെ ചാർജറാണ് ഇറക്കാൻ പോകുന്നത്. അതായത് സൂപ്പർ സോണിക് ചാർജർ 320 വാട്ട്സ് ഇറക്കാൻ പോകുന്നുണ്ട്. ഇത് എവിടെയാണ് ഇറക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനയിലാണ് ഇത് റിലീസ് ചെയ്യുന്നത്. നേരത്തെ അവർ 230 വാട്ട്സിൻ്റെ ചാർജറൊക്കെ MI ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ മേലെയാണ് ഇപ്പോൾ റിയൽമി ആക്കിയിരിക്കുന്നത്. 320 വാട്ട്സിൻ്റെ ചാർജറായിരുന്നു. വാ, വില അറിയില്ല കേട്ടോ. ഈ റീജിയനിൽ എന്നിറങ്ങും എന്നുള്ളത് ഈ ഒരു മുതലിൻ്റെ കാര്യം നമുക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഈ ഒരു അപ്ഡേറ്റ് ഇത് ചൈനയിൽ മാത്രമേ പറയണുള്ളൂ. ഇന്ത്യയിൽ ഇറങ്ങാനും സാധ്യതയുണ്ട്. പക്ഷേ ഇത് മിഡിൽ ഈസ്റ്റിൽ ഇവിടുത്തെ ടീം മാനേജ്മെൻറ്റൊക്കെ വളരെ പോക്കാണ്. അതുകൊണ്ട് ഞാൻ ആ ഒരു അപ്ഡേറ്റ് ഒന്നും ഞാനിപ്പോൾ മിഡിൽ ഈസ്റ്റ് വെർഷനിലേക്ക് ഞാനത് പറഞ്ഞില്ല. ഇറക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇറക്കാൻ ഭാഗ്യം, അത്രേ പറയാൻ പറ്റുള്ളൂ. ആപ്പിളിൻ്റെ സൈഡിൽ നിന്ന് ഒരു പുതിയൊരു ന്യൂസ് അപ്ഡേറ്റ് ഉണ്ട്. ഇത് ചിലപ്പോൾ റൂമർ ആണെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഇത് സത്യമാണോ അല്ലേ എന്നുള്ളതും അതും നമുക്ക് വേണമെങ്കിൽ അങ്ങനെയും കരുതാം. എന്നാൽ പുതിയ iPad Airന് OLED ഡിസ്പ്ലേ വെച്ചിട്ടാണ് റിലീസ് ചെയ്യാൻ പോകുന്നതും. അതും സാംസങ്ങിൻ്റെ OLED ഡിസ്പ്ലേ വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. അപ്പോൾ നേരത്തെ നമ്മുടെ iPad Proന് ഞാൻ ഒരു മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, അതിൽ OLED ഡിസ്പ്ലേ ആണ് വരുന്നത്. OLED ഡിസ്പ്ലേക്ക് വില കൂടുതലാണെന്നും അത് ഞാൻ പറഞ്ഞിരുന്നു. ആ ഒരു നിഗമനം ഇപ്പോൾ റിയാലിറ്റിയിൽ അത് സത്യമാണ്. ഇനി iPad Airൻ്റെ വിലയും കൂടെ കൂടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് OLED ഡിസ്പ്ലേ ആയതുകൊണ്ടാണ് വില കൂടാൻ കാരണം. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്നില്ലെങ്കിലും പോയിട്ട് ഒരു കിട്ടിയെങ്കിലും മറിച്ച് വിറ്റിട്ട് നിങ്ങൾക്ക് അത്ര ആഗ്രഹം ഉണ്ടെങ്കിൽ iPad Air മേടിച്ചു. ഇതൊരു റൂമറും കൂടെയാണ് കേട്ടോ.
നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് അംഗീകരിക്കും, വേണ്ടെങ്കിൽ നിങ്ങൾക്ക് അംഗീകരിക്കാണ്ടിരിക്കുക. പക്ഷെ ഇതൊരു റൂമർ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞത് മാത്രം. ഇനി അഥവാ അത് ഓലഡ് ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കിഡ്നി വിൽക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും നിങ്ങൾ റെഡിയാക്കി വെച്ചു. മീഡിയ ടെക്കിന്റെ സൈഡിൽ നിന്നൊരു പുതിയൊരു ന്യൂസ് അപ്ഡേറ്റ് ഉണ്ട്. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. അതായത് മീഡിയ ടെക് ഒരു പുതിയൊരു പ്രോസസ്സർ ഇറക്കാൻ പോകുന്നുണ്ട്. ഹീലിയോ G100 എന്ന് പറയുന്ന പ്രോസസ്സറാണ്. അത് എക്സാക്ട്ലി G99 എന്ന് പറയുന്ന പ്രോസസ്സറിൻ്റെ അതിൻ്റെ റീബ്രാൻഡിങ് നെയിം ഇട്ടിട്ടാണ് ഇപ്പോൾ ഹീലിയോയുടെ G100 ഇറക്കിയിരിക്കുന്നത്. പിന്നെ ഇത് LPDDR4X റാമാണ്, UFS 2.2 സിസ്റ്റം, പിന്നെ 200 മെഗാ പിക്സലിൻ്റെ ക്യാമറ ഒക്കെ സപ്പോർട്ട് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഈ ഒരു പ്രോസസ്സറിന്, അതായത് ഹീലിയോൻ്റെ G100 ഒരു പ്രത്യേകതയും കൂടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നെറ്റ്വർക്ക് കണക്ടിവിറ്റി ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് എന്നാണ് മീഡിയ ടെക്കുകാർ അവകാശപ്പെടുന്നത്. അതായത് നമ്മുടെ ഒരു എലവേറ്ററിലൊക്കെ പോകുമ്പോൾ, അല്ലെങ്കിൽ ലിഫ്റ്റ്, ട്രെയിനിലൊക്കെ പോകുമ്പോൾ മിക്ക ഫോണുകളും നെറ്റ്വർക്ക് കട്ടിങ്ങിന് ഒരുപാട് ഇഷ്യൂസ് ഫേസ് ചെയ്യാറുണ്ട്. എന്നാൽ മീഡിയ ടെക് അതിനൊക്കെ പ്രോബ്ലം സോൾവ് ചെയ്തിട്ട് ഈ ഹീലിയോൻ്റെ G100 എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സറിന് കണക്ടിവിറ്റി, കോളിംഗ് കണക്ടിവിറ്റി ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയണത്. അപ്പോൾ ഇത് എത്ര സത്യമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഒരാൾ ഈ ഒരു പ്രോസസ്സർ ഒന്ന് മേടിച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്യാം. ഇതിൽ വല്ല പൊള്ളോ കള്ളമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മീഡിയ ടെക്കിൻ്റെ തലക്ക് നിങ്ങൾ തന്നെ 2 മേട്ട കൊടുക്കുക. അല്ലെങ്കിൽ അവരുടെ കംപ്ലൈൻറ്റ് പറഞ്ഞിട്ട് എന്ത് പരിപാടിയാണ് നിങ്ങൾ ചെയ്തത് എന്നുള്ളത് നിങ്ങൾ തന്നെ പറയാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ ഒരു നിഗമനം. നിങ്ങൾക്കറിയാലോ, കഴിഞ്ഞ വർഷം നോക്കിയ അമ്മാവൻ മരിച്ചു എന്നുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. അതിൻ്റെ പകരം ഇപ്പോൾ HMD സ്വന്തമായിട്ടൊരു ഫോണ് റിലീസ് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ വർഷം മുതൽ അത് സ്റ്റാർട്ട് ചെയ്യും. അത് വേറൊരു കാര്യം. ഇപ്പോൾ HMD ഒരു പുതിയൊരു ഫോൺ ഇറക്കിയിട്ടുണ്ട്. HMD ഹൈപ്പർ എന്നാണ് അതിൻ്റെ പേര്. എക്സാക്ട്ലി അവരുടെ ആൻസിസ്റ്ററായ വിൻഡോസ് ലൂമിയയുടെ അതേ ഡിസൈനൊക്കെ വെച്ചിട്ട് ഇറക്കുന്ന ഒരു സാധനമാണ് ഈ HMDയുടെ ഹൈപ്പർ എന്ന് പറയുന്നത്. ഇത് ഓൾറെഡി സ്ക്രീനിൽ, പിന്നെ 6.7 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ, പിന്നെ 120 ഹെർട്സിൻ്റെ റിഫ്രഷിംഗ് റേറ്റ്, 33 വാട്ട്സിൻ്റെ ചാർജർ, 4700 mAh ബാറ്ററി ഉണ്ട്. ഇതിന് ഹൈപ്പർ ചാർജർ ഇതൊക്കെയാണ് അവർ പേരിടുന്നത്. അതൊരു ആക്ച്വലി ഒരു ഗിമ്മിക്കാണ്, അത് വേറൊരു കാര്യം. പിന്നെ 120 ഹെർട്സിൻ്റെ റിഫ്രഷിംഗ് റേറ്റ് ഒക്കെ വരുന്നുണ്ട്. വിലയുടെ കാര്യമാണ് ഇച്ചിരി ഒരു പ്രശ്നം. പിന്നെ ഇത് പ്രോസസ്സർ വരുന്നത് സ്നാപ്ഡ്രാഗണിൻ്റെ 6 Gen 1 ആണ്. അതായത് 2.2 ക്ലോക്കിംഗ് സ്പീഡും UFS 2.2 സിസ്റ്റം ഒക്കെ വെച്ചിട്ടാണ് ഇത് ഇറങ്ങുന്നത്. പ്രൈസിൻ്റെ കാര്യത്തിൽ നിങ്ങൾ പഴയ പോലെ നോക്കിയയിൽ സ്പെക്കും ഈ കുറവും പ്രൈസ് കൂടുതലാണെങ്കിൽ ആൾക്കാർ എടുക്കില്ല കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ HMDനോട് മര്യാദക്ക് നിങ്ങൾ ഈ ഒരു 6 Gen 1 പ്രോസസ്സറിന് നല്ലൊരു പ്രൈസ് ഇട്ടിട്ട് നല്ല സെല്ലൗട്ട് എടുക്കാൻ ശ്രമിക്കാം. അല്ലാണ്ട് കാപ്പും കൂപ്പും വിലയിട്ട് ചെറിയ സ്പെക്കിനും വലിയ പ്രൈസ് ഇട്ടിട്ട് ഇറക്കി കഴിഞ്ഞാൽ ആൾക്കാർ നിങ്ങളെ വീണ്ടും കാർക്കിച്ച് തുപ്പും. അതുകൊണ്ട് HMD പ്ലീസ് നല്ലൊരു വിലക്ക് ഈ ഒരു ഹൈപ്പർ എന്ന് പറയുന്ന ഒരു മോഡൽ ഇറക്കാൻ നോക്ക്. പിന്നെ അത് മാത്രമല്ല, HMDനോട് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഡിസൈനിൻ്റെ ഒരു കാര്യത്തിൽ നിങ്ങൾ കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. വേറെ ഒന്നും എനിക്ക് എൻ്റെ ഈ ചാനൽ പറയാനില്ല നിങ്ങളോട്. ലാസ്റ്റത്തെ ന്യൂസ് അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടെക് ജയൻ്റായ സാംസങ് അവരുടെ ഗാലക്സി A സീരീസിലെ സർക്കിൾ ടു സെർച്ചിൻ്റെ അപ്ഡേറ്റ് വരാനും പോകുന്നുണ്ട്. അതും പോരാണ്ട് അവരുടെ ടാബ് S9 FEയിലും ഈ സർക്കിൾ ടു സെർച്ച് അവർ കൊണ്ടുവരാൻ പോകുന്നുണ്ട്. ഗായ്സ് പോയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. എനിക്ക് മനസ്സിലായില്ല സാംസങ്ങിൻ്റെ തലക്ക് ഭ്രാന്തുണ്ടോ എന്ന്. കാരണം ആ ചാത്തനായ A സീരീസിന് എന്തിനാണ് ഇവർ ഈ സർക്കിൾ ടു സെർച്ച് കൊണ്ടുവരുന്നത് എനിക്ക് ഇതുവരെയായിട്ട് മനസ്സിലായിട്ടില്ല എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാനേ പറ്റുള്ളൂ. വീണ്ടും ഞാൻ പറയണം, ആ ചാത്തനായ A സീരീസിന് എന്തിനാണ് നിങ്ങൾ ആ സർക്കിൾ ടു സെർച്ച് കൊണ്ടുവരുന്നത്? പക്ഷെ ടാബിൻ്റെ S9 FEക്ക് നിങ്ങൾ സർക്കിൾ ടു സെർച്ച് കൊണ്ടുവരുന്നത് നല്ലൊരു കാര്യമാണ് നിങ്ങൾ ചെയ്തത്. ആ ഒരു അഭിപ്രായത്തിനോട് ഞാൻ യോജിക്കുന്നു. പക്ഷെ ചാത്തനായ ആ A സീരീസിനെ നിങ്ങൾ എന്തിനാണ് കൊണ്ടുവരുന്നത്?
യഥാർത്ഥത്തിൽ ഇതൊരു ഗിമിക്കല്ലേ എന്ന് ഇപ്പം എനിക്ക് പറയാനേ പറ്റുള്ളൂ. സാംസങ് വാട്ട് വി ക്യാൻ ഡു, ഓൾ ഡസ് ഇറ്റ് ബെറ്റർ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഞാൻ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നാണ് പ്രതീക്ഷ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസിന് വേണ്ടി നിങ്ങൾ വീണ്ടും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ് ചെയ്യുക. അതുവരെക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വലിയൊരു ഗുഡ് ബൈ.